നമസ്കാരം. ക്രിസ്തുമസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ മലയാള ചിത്രം ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, സുധീർ കരമന, ശ്യാം മോഹൻ, വിനീത് തട്ടിൽ, റാഫി, വിനയ് പ്രസാദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഇ.ഡി. എക്സ്ട്രാ ഡീസന്റ്. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ബിനു ആണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. അങ്ങനെ അധികമൊന്നും സംസാരിക്കാത്ത, ഈ പ്രായത്തിലും വീട്ടുകാർ പറയുന്നതൊക്കെ കേട്ട് അനുസരണയോടെ അങ്ങനെ പോകുന്നൊരു മനുഷ്യൻ. ചുറ്റുമുള്ളവർ ബിനുവിനെ കണ്ട് എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അച്ഛൻ എപ്പോഴും മകനെ ശകാരിക്കുന്നു, ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ബിനുവിനുണ്ടാകുന്ന ഒരാലോചന, സംശയം, അതിൻ്റെ പിറകെ പോകുന്നതും തുടർ സംഭവങ്ങളുമൊക്കെ ആയിട്ടാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. കഥയുടെ ഒരു പ്രത്യേകതയും അതിൽ നന്നായി ചിരിക്കാനുള്ള മൊമെൻസും ഉണ്ട് എന്നത് തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന പോസിറ്റീവായി അനുഭവപ്പെട്ടത്. തുടക്കത്തിലെ എക്സ്ട്രാ ഡീസന്റിൽ നിന്നും ഇ.ഡിയുടെ മറ്റൊരു ഡിസ്ക്രിപ്ഷനിലേക്കുള്ള യാത്ര ചിരിപ്പിച്ച് തന്നെയാണ് മുന്നേറുന്നത്. സുരാജ് വെഞ്ഞാറമൂടാണ് ബിനു എന്ന കഥാപാത്രമായിരുന്നത്. കോമഡി റോളുകളിൽ തുടങ്ങി പിന്നീട് സീരിയസ് വേഷങ്ങളിലേക്കും, പിന്നെ അതിൻ്റെ തുടർച്ച തന്നെ ആയ സമയത്ത് കുറച്ച് വിമർശനങ്ങളൊക്കെ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ സീരിയസ് വേഷങ്ങൾ റിപ്പീറ്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട്. ഈ വർഷത്തെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ വേഷങ്ങളൊക്കെ നോക്കിയാൽ വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രസമായി തന്നെ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിൽ തമാശ നിറഞ്ഞതും സീരിയസ് വേഷങ്ങളുമൊക്കെ വന്നിട്ടുമുണ്ട്. ഈ അടുത്ത് റിലീസ് ചെയ്ത, ഇപ്പോൾ OTT സ്ട്രീം ചെയ്യുന്ന മുറയിൽ നോക്കിയാലും നല്ല പ്രകടനം തന്നെയായിരുന്നു. തീർച്ചയായും ഇ.ഡിയിലെ ബിനു ആവുമ്പോഴും ഗംഭീരമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഞാൻ ഈ കഥാപാത്രത്തെക്കുറിച്ച് ചെറിയൊരു ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ഒട്ടേറെ സവിശേഷതകളുള്ള, പ്രത്യേകതകളുള്ള, കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കഥാപാത്രമാണ് ബിനു. അത് ഓരോ ഘട്ടങ്ങളിലൂടെ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. അവിടെയൊക്കെ അൺപ്രഡിക്റ്റബിൾ ബിനു എന്നതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ സുരാജ് വെഞ്ഞാറമൂട് എന്നുകൂടെ പറയേണ്ടതുണ്ട്. പുറമേ തമാശയിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ ഒരവസ്ഥ എന്നത് കിടിലനായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എക്സ്പ്രഷനൊക്കെ പെട്ടെന്ന് മാറുന്ന സാഹചര്യത്തിലെ പരിപാടികളൊക്കെ നൈസായിരുന്നു. ബിനുവിൻ്റെ അച്ഛൻ്റെ വേഷത്തിലെത്തിയിരിക്കുന്നത് സുധീർ കരമനയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് സ്റ്റൈൽ അത് തന്നെയാണ് ഈ കഥാപാത്രത്തിലും കൊണ്ടുപോയിരിക്കുന്നത്. ഈ സ്പേസിൽ അത് നല്ല രസമായി തന്നെ വന്നിട്ടുമുണ്ട്. ഇവിടെയും സാഹചര്യങ്ങളിലെ എക്സ്പ്രഷൻസ് എന്നത് ചിരി സമ്മാനിക്കുന്നത് തന്നെയാണ്. ഡോക്ടറായെത്തുന്ന റാഫി രസമായിരുന്നു, കൗണ്ടറുകളൊക്കെ ചിരി സമ്മാനിക്കുന്നുണ്ട്. പിന്നെയുള്ളത് വിനയ പ്രസാദാണ്. ഈ കഥാപാത്രത്തിൻ്റെ ഒരു ജേണി കൂടി ഉണ്ട് സിനിമയിൽ. കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. ആ സംഭവങ്ങളൊക്കെ എഫക്റ്റീവായി സ്ക്രീനിൽ കൊണ്ടുവരുന്നതിൽ വിനയ പ്രസാദ് വിജയിച്ചിട്ടുമുണ്ട്. ബിനുവിൻ്റെ സഹോദരിയുടെ വേഷത്തിലെത്തുന്നത് ഗ്രേസ് ആന്റണിയാണ്. ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇതേപോലെ പെരുമാറുന്ന കഥാപാത്രങ്ങൾ മുന്നേയും അവർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ കോംബോയിൽ കോമഡിയൊക്കെ അത്യാവശ്യം നന്നായി തന്നെ വർക്കാവുന്നുണ്ട്. ശ്യാം മോഹനും തൻ്റെ റോൾ നൈസായി തന്നെ ചെയ്തിട്ടുണ്ട്. വിനീത് തട്ടിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ പരിപാടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ടെക്നിക്കലി കളർ ടോൺ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പ്രത്യേകിച്ച് ആ വീട്, അതിൻ്റെ അകമൊക്കെ വരുമ്പോൾ രസമായി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കഥയുടെ ഒരു മൂഡ് ശരിക്കും അത് മാച്ചായി തന്നെ പോകുന്നുണ്ട്. സാഹചര്യങ്ങളെ അതിൻ്റെ ഒരു വൈബിലേക്ക് എത്തിക്കുന്നതിൽ പശ്ചാത്തല സംഗീതവും പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഛായാഗ്രഹണവും കൊള്ളാം. കഥ നോക്കിയാൽ ബിനുവും കുടുംബവും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രധാന കഥാപാത്രത്തിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നതും. പ്രധാന കോൺഫ്ലിക്റ്റിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ചേർത്ത് വയ്ക്കുന്ന ചിലത് ഫ്ലാറ്റായി പോകുന്നുണ്ട്. അത് ആസ്വാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സ്പേസിനെ കുറെ കൂടെ മികച്ച രീതിയിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഉള്ളത് ഒരു ഓക്കെ ഫീലാണ്. ക്ലൈമാക്സിൽ ആ കാർ യാത്ര ഒക്കെ കോമഡി സമ്മാനിക്കുന്നുണ്ട്. അതിനപ്പുറം ബിനു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റഡി കൂടിയുണ്ട് ചിത്രത്തിൽ. അത് കൂടെ പരിഗണിക്കുമ്പോൾ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഓവറോൾ രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇ.ഡി സമ്മാനിക്കുന്നത്. സുരാജിൻ്റെ മികച്ച പ്രകടനം, യുണീക്കായൊരു പശ്ചാത്തലം, അതിൽ കോമഡികളൊക്കെയായി ഇങ്ങനെ രസിച്ചിരിക്കാം. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ഒരു വൈബാണ് ഇ.ഡി എന്ന സിനിമയും സമ്മാനിച്ചതെന്ന് പറയാം. 2014 ഇറങ്ങിയൊരു ആന്തോളജി ചിത്രമുണ്ട്, വൈൽഡ് ടൈൽസ്. ഒരിക്കൽ നമ്മൾ ഇതിനെക്കുറിച്ച് മൺസൂൺ മീഡിയയിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതിലൊരു കഥയുണ്ട്, ഒരു വിമാന യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇ.ഡി എന്ന സിനിമയുടെ അവസാനത്തോടടുത്തപ്പോൾ എനിക്ക് ഈ സിനിമ ഓർമ്മ വന്നു. ഒരേ കഥയാണെന്നല്ല, ബിനു എന്ന കഥാപാത്രത്തിലൂടെ ആ സിനിമ ഓർമ്മ വന്നു എന്ന് മാത്രം. അവസരം കിട്ടിയപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു. ഇ.ഡി എനിക്ക് വർക്കായ സിനിമ തന്നെയാണ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.